സാദാത്യങ്ങളായ അവരുടെ സീറ്റുകളിലേക്ക് തന്നെ ഭക്ഷണം വളണ്ടിയേഴ്സ് മുത്തത്തബ്ബഈങ്ങൾ നൽകുന്നുണ്ട്. അസ്സലാമു അലൈക്കും. ആദരണീയരായ സയ്യിദരെ, ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് എന്നെ പ്രത്യേകമായി ക്ഷണിച്ച, എന്നും നിങ്ങളും ഞാനും ബഹുമാനിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ മേധാവിയായി ലോകമെങ്ങും അറിയപ്പെടുന്ന സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ അവർകളെ, ആദരണീയരായ മഹത് വ്യക്തികളായി അനേകം പേർ ഈ വേദിയിലുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും നോട്ടവും തേട്ടവും അനുഗ്രഹവും സ്നേഹവും ഇവിടെ ലഭ്യമാകുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഞാൻ വളരെ സംതൃപ്തനായി 2 വരികൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ ഒരു ദിവസം എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഞാനും എൻ്റെ ഒരു സ്നേഹിതനും കൂടി അദ്ദേഹത്തെ ഒരു കാര്യത്തിന് വേണ്ടി ക്ഷണിക്കാൻ ഇവിടെ വന്നതായിരുന്നു വൈകുന്നേരം. അപ്പം അദ്ദേഹം കുറേ വിദ്യാർത്ഥികളുടെ മധ്യത്തിൽ ഇരിക്കുകയാണ്. വന്ന ഉടനെ എന്നോട് പറഞ്ഞു, ഖാദർ സാഹിബ് ഒരു 5 മിനിറ്റ് ഇവരോട് സംസാരിക്കുന്നു. ഞാൻ വന്നത് എന്തിനാണെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, അതിനു മുമ്പാണ്. തങ്ങളുടെ കൽപ്പന ശിരസ വഹിക്കണം എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ 5 മിനിറ്റ് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുട്ടികളോട് തങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങളെല്ലാവരും ഒരു 2 മിനിറ്റ് പ്രസംഗിക്കുക, അദ്ദേഹം കേൾക്കട്ടെ. അപ്പം ഞാൻ കുറച്ച് ഇംഗ്ലീഷും മലയാളമൊക്കെ അറിയുന്നൊരു സാധാരണ മനുഷ്യനായതുകൊണ്ട് അങ്ങനെ വല്ലതുമായിരിക്കും അവർ പ്രസംഗിക്കുക എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഒരാൾ പ്രസംഗിച്ചത് ജർമ്മൻ ഭാഷയിലാണ്, വേറൊരാൾ സ്പാനിഷാണ്, വേറൊരാൾ ഇംഗ്ലീഷാണ്, വേറൊരാൾ ഉറുദുവാണ്, പിന്നെ ഒരാൾ ടർക്കിഷാണ്, ഒരാൾ ചൈനീസാണ്, റഷ്യനാണ്. ഇറ്റ് വാസ് എ ഷോക്കിംഗ് ട്രീറ്റ്മെൻറ്റ് ഫോർ മീ എന്ന് ഞാൻ കരുതി. ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നേരത്തെ കേട്ടിരുന്നു, ഞാൻ ഇത്ര നേരിട്ട് കണ്ടിട്ടില്ലേ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ എന്ന് പറഞ്ഞാൽ ഈസ് എ ഗ്രേറ്റ് വിഷണറി. ഈസ് വിഷൻ ഈസ് ഗ്രേറ്റ് ആൻഡ് ഈസ് മിഷൻ ഈസ് ബ്രൈറ്റ്. നല്ല ശോഭയുള്ള പ്രകാശപൂരിതമായ മിഷനാണ് അദ്ദേഹത്തിനുള്ളത്. 30,000 വിദ്യാർത്ഥികൾ, 55 സ്ഥാപനങ്ങൾ. ഞാൻ ഈ പരിസരത്തുള്ള ആളാണ്. വളരെ കാലമായി അദ്ദേഹം അപ്പുറത്ത് മുദരിസായിരുന്ന സമയം തൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് വല്ല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടുമുട്ടാറുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങളതിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു സ്നേഹിതൻ പറഞ്ഞു, കോഴിക്കോട് പോവുക, മടങ്ങി വരുമ്പോൾ പറഞ്ഞു, ഖാദർ സാഹിബ് നമ്മൾ പോകുമ്പോൾ ഇതിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. ഒരു വലിയ കെട്ടിടം കണ്ടിട്ട് പറയാം. അത്ര അത്ഭുതകരമായ വളർച്ചയാണ് ഈ സ്ഥാപനത്തിനുണ്ടായത്. ഈസ് എ ഗ്രേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഓൾസോ. നല്ലൊരു ഭരണാധികാരിയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇൻക്ലൂസീവാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഈസ് ട്രൈയിങ് ഇസ് ബെസ്റ്റ് ഫോർ കമ്മ്യൂണൽ ഹാർമണി. നല്ല മനുഷ്യബന്ധങ്ങൾക്ക് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനോഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. നമ്മുടെ എല്ലാം പ്രതീക്ഷകൾക്ക് തിലകം ചാർത്തിക്കൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും വളർന്നു വരികയാണ്. ഈ കുട്ടികൾ സ്പാനിഷ് പഠിച്ചവർക്ക് നാളെ കൊർദോവയിൽ പോകാനും ജർമ്മനിയിൽ പോകാനും ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലും പോകാനും ജോലി ചെയ്യാനും അവർക്ക് സാധിക്കും. സ്പിരിച്വാലിറ്റി മാത്രമല്ല, സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെ ഭംഗിയായി പഠിപ്പിക്കുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിൽ IAS പോലുള്ള കോച്ചിങ് കൊടുക്കുന്നു. വളരെ ചെറിയ കുട്ടികൾ തൊട്ട് നമ്മൾ രാവിലെ കണ്ടതുപോലെ അത്ഭുതകരമായ ഒരു ഇതിഹാസം, അങ്ങനെ ഒരു വലിയ ഇതിഹാസം രചിച്ചുകൊണ്ടാണ് ഈ മാദീൻ എന്ന് പറയുന്ന സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. സാദാത്തുകളായതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രദേശങ്ങളിൽ കമ്മ്യൂണൽ ഹാർമണി വളർത്തുന്നവരാണെന്ന് എനിക്കറിയാം.
സയ്യിദന്മാർ ഈ മലബാറിനും കേരളത്തിനും ഇന്ത്യക്കും ചെയ്ത സേവനങ്ങൾ നിസ്സാരമല്ല. നമ്മുടെ രാഷ്ട്രം ബ്രിട്ടീഷുകാരൻ്റെ അടിമയായി നിന്ന കാലത്ത് ആ അടിമ ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി മലബാറിൽ ജനങ്ങളെ സംഘടിപ്പിച്ചത് മമ്പറം സയ്യിദ് അലവി തങ്ങളാണെന്ന് നമുക്കറിയാം. മമ്പറം സയ്യിദ് അലവി തങ്ങൾക്ക് എന്താവശ്യമുണ്ട്? ഇവിടെ വന്നിട്ട് ഈ ജനത അടിമത്തത്തിൽ കഴിയുമ്പോൾ അദ്ദേഹം നമ്മളെ സാമ്രാജ്യത്വ വിരുദ്ധരാക്കി വളർത്തിയെടുത്ത് രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഇടപെടുന്നു. അദ്ദേഹത്തിൻ്റെ മഹാനായ പുത്രൻ സയ്യിദ് ഫസൽ പൂക്കോയ തങ്ങൾ ആ സമരത്തെ മുന്നോട്ട് നയിക്കുന്നു. അവസാനം നാട് കടത്തപ്പെടുന്നു. പിന്നീട് വിദേശ രാജ്യങ്ങളിൽ തിരിച്ചുപോയി അവിടെ ഗവർണർ പദവി വരെ അലങ്കരിക്കുന്നു. ഈ മലബാറിലൊക്കെ പണ്ടും കേരളത്തിലും മലബാറിലൊക്കെ ഭരണാധികാരികളൊക്കെ ഹിന്ദുക്കളായിരിക്കും. കോഴിക്കോട് സാമൂതിരി രാജാവായിരുന്നു, അതിനപ്പുറത്ത് മൂഷിക വംശമായിരുന്നു. ഈ വളപട്ടണം എന്നൊക്കെ പറയുന്ന പ്രസിദ്ധമായ സ്ഥലം ഒക്കെ അന്ന് മൂഷിക വംശത്തിൽപ്പെട്ട ഭരണാധികാരികളുടെ എല്ലാ ഭരണാധികാരികളും ചുരുക്കി പറഞ്ഞാൽ ഞാൻ നീട്ടുന്നില്ല ഹിന്ദുക്കളായിരുന്നു. പക്ഷെ അവരുടെ കീഴിലുണ്ടായിരുന്ന അറബികളും മുസ്ലിങ്ങളും എല്ലാവരുമായിട്ട് അവർ നല്ല ബന്ധമായിരുന്നു. കാരണം നമ്മളങ്ങനെയാണ്. കൊടുങ്ങല്ലൂരിൽ ഇസ്ലാം മത പ്രചരണത്തിന് വേണ്ടി എത്തിയ ആളുകൾ, കച്ചവടത്തിന് വേണ്ടി എത്തിയ ആളുകൾ അവിടെ വരുമ്പോൾ അവിടെ കച്ചവടം ചെയ്യുന്ന ആ നാട്ടുകാരുണ്ട്. ആ കച്ചവടം അവരുടെ കച്ചവടം, ഈ അറബികളുടെ കച്ചവടം തുടങ്ങിയാൽ, മുസ്ലിങ്ങളുടെ കച്ചവടം തുടങ്ങിയാൽ കുറയും എന്നുള്ളതിന് ഒരു പരിഹാരമായിട്ട് അവർ തന്നെ നിർദ്ദേശിച്ചത്, ഹൈന്ദവ സഹോദരന്മാരോട് പറഞ്ഞത്, ഞങ്ങൾ ഉച്ചവരെ കച്ചവടം ചെയ്യാം, അതിന് ശേഷം നിങ്ങൾ തുറന്നോന്ന്. 2 സമയം നിശ്ചയിച്ച് കടകമ്പോളങ്ങൾ നടത്തി ഐക്യം നിലനിർത്തിയ സാഹോദര്യത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ പല സ്ഥലത്തും വായിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, സത്യമാണോ അല്ലേ എനിക്ക് അറിഞ്ഞുകൂടാ, ആയിരിക്കാനാണ് സാധ്യത. വീണ്ടും വീണ്ടും ഞാനത് വെരിഫൈ ചെയ്യാറുണ്ട്. കർബലയിൽ ഹസ്രത്ത് ഇമാം ഹുസൈൻ തങ്ങൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി പഞ്ചാബിൽ നിന്ന് ബ്രാഹ്മണന്മാരായിട്ടുള്ള ആളുകൾ പോയിരുന്നു എന്നാണ്. പഞ്ചാബി ബ്രാഹ്മണന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട രാഹിബ് ദത്ത് എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിൻ്റെ 7 കുട്ടികളും മറ്റ് ബന്ധുക്കളും ചേർന്ന് 10-12 പേരടങ്ങുന്ന ഒരു സംഘം ആ യുദ്ധത്തിൽ ഇമാം ഹുസൈനെ സഹായിക്കാൻ പോയതുകൊണ്ട് അവർ ഹുസൈനി ബ്രാഹ്മിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. കേട്ടിട്ടുണ്ടോ എനിക്കറിഞ്ഞൂടെ? ഹുസൈനി ബ്രാഹ്മിൻസ്. അവർ ഏതാണ്ട് കുറേ ആളുകൾ ഇപ്പോഴും ബാഗ്ദാദിലുണ്ടെന്ന് പറയുന്നു. പഞ്ചാബ് പിന്നീട് പ്രവിശ്യൊക്കെ മാറി അവർ സിന്ധ് ആ മേഖലയിലൊക്കെ പോയ ആളുകളുണ്ട്. അപ്പോൾ അവർ ഹുസൈനി ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. അവരതിൽ അഭിമാനിക്കുകയാണ്, സഹായിച്ചത് ഞങ്ങൾ ന്യായത്തിനെയാണ്, നീതിയുടെ ഒപ്പമാണ് ഞങ്ങൾ നിന്നത്. അതിന് അദ്ദേഹം അങ്ങനെ പോകാനുള്ള കാരണങ്ങളൊക്കെ വേറെ ഉണ്ട്, ആ ചരിത്രമൊന്നും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ ഈ ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ്റെ തൂഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥം ലോകത്ത് അനേകം ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയതാണ്. അത് വായിച്ചാൽ അത്ഭുതകരമായ മതസൗഹാർദ്ദത്തിൻ്റെ പലതും നമുക്ക് കാണാൻ സാധിക്കും. അതിലെല്ലാം സാദാത്യങ്ങൾ വഹിച്ച പങ്ക് വളരെ വലിയതാണ്. സാമൂതിരി രാജാവിൻ്റെ കാലത്ത് MGS നാരായണൻ എഴുതി ഞാൻ വായിച്ചിട്ടുണ്ട്. സാമൂതിരി രാജാവിൻ്റെ കാലത്ത് ജുമാ നമസ്കാരത്തിന് വെള്ളിയാഴ്ച പള്ളിയിൽ പോകാത്ത മുസ്ലിങ്ങൾക്ക് സാമൂതിരി ഫൈനിട്ടിരുന്നു. സാമൂതിരിക്ക് എന്താവശ്യമുണ്ട്? പക്ഷേ അപ്പോൾ മുസ്ലിങ്ങളായും ഹിന്ദുക്കളായും ജീവിക്കട്ടെ, എല്ലാവരും തമ്മിൽ നല്ല ബന്ധം വേണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നല്ല മനുഷ്യ ബന്ധങ്ങളെ കോർത്തെടുക്കാനും വളർത്തിയെടുക്കുവാനും, ഇപ്പോൾ ഒരു വാക്കും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. കേരളത്തിൽ നിന്ന് 35 ലക്ഷം വിദ്യാർത്ഥികളാണ് വിദേശ രാഷ്ട്രങ്ങളിൽ പഠിക്കുന്നത്. 35 ലക്ഷം. ഇവിടുത്തെ കുട്ടികളെല്ലാം +2 കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കുടിയേറ്റത്തെ അല്ലെങ്കിൽ കുടിയൊഴിച്ചു പോക്കിനെ തടഞ്ഞു നിർത്തുന്നതിൽ വലിയ പങ്ക് മദീൻ ക്യാമ്പസ് വഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ തന്നെ പഠിച്ചാൽ മതി എന്ന് ചെറുപ്പക്കാരികളെയും ബോധ്യപ്പെടുന്നതിൽ വലിയ പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. വളരെ ശാന്തമായി ആരോരും അറിയാതെ വളർന്നുകൊണ്ടേയിരിക്കുന്നൊരു മഹാസ്ഥാപനമാണ്. ഇറ്റ്സ് ഈക്വൽ ടു എൻ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു വലിയ തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുക. വളരുമ്പോൾ ഒന്നിനും ശബ്ദം ഉണ്ടാവില്ല, തകർച്ചയിലാണ് ശബ്ദം ഉണ്ടാവുക. ഒരു വലിയ മരം വളർന്ന് പടർന്ന് പന്തലിച്ചു വരുന്ന ആരും അറിയില്ല, പക്ഷെ അത് വെട്ടിയിടുന്ന ദിവസം അതെല്ലാവരും അറിയും. അപ്പോൾ ശാന്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ പ്രസ്ഥാനവും അതിൻ്റെ നായകസ്ഥാനത്തിരിക്കുന്ന ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മറ്റെല്ലാവരും, ഇവിടെ ഇന്ന് സന്നിഹിതരായ ഇന്ത്യയിലെയും ലോകത്തിലെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന സയ്യിദന്മാരായിട്ടുള്ള ആളുകളും
അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കും കൂടി വേണം, ഉണ്ടാകണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. Thank you very much for wonderful speech done by the grand celebration of All India Sadat Festival. സമസ്ത